കത്താ. കത്തോ? ആരയച്ചതാ? തുള്ളിയുടെ ഒരു ചങ്ങാതി അയച്ചതാ. തുള്ളി തപാലിൽ വായിക്കാനാ. തുള്ളി ഏൽപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. അതിന് തുള്ളി വന്നില്ലല്ലോ. തുള്ളി ഇപ്പൊ വരുമായിരിക്കും. തുള്ളി ഇതാ എത്തിക്കഴിഞ്ഞു. തുള്ളി ദേ ഒരു കത്ത്. തുള്ളി തപാലിൽ വായിക്കാൻ ഒരു ചങ്ങാതി അയച്ചതാ. ആണോ? നോക്കട്ടെ. മിയക്കിത് എവിടുന്നാ കിട്ടിയത്? പോസ്റ്റ്മാൻ കൊണ്ട് തന്നതാ. ശരി. അയ്യോ, കത്ത് എവിടെ പോയി? കത്ത് എന്റെ കയ്യിൽ തന്നെയുണ്ട് മിയ. തുള്ളി തപാലാവുമ്പോ നമുക്ക് ആ കത്ത് വായിക്കാം. ആ, അത് മതി. ഇപ്പൊ നാട്ടിൽ കത്തയക്കുന്നതും കത്ത് വരുന്നതുമൊക്കെ തീരെ കുറവാണല്ലേ? നാട്ടിലതൊക്കെ കുറവാ. പക്ഷേ നമ്മുടെ ശരീരത്തിനകത്ത് കത്തയക്കുന്നതും കിട്ടുന്നതുമൊക്കെ കൃത്യമായി നടക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിനകത്തോ? അതേ നീ. അതൊക്കെ പറയും മുമ്പ് നമുക്ക് തുള്ളിപ്പാടം കാണാം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന അക്ഷരം ഏതായിരിക്കും? കെ കഴിഞ്ഞാലുള്ള അക്ഷരമാണ് കെ. അപ്പോ ജെ കഴിഞ്ഞാൽ ഏതായിരിക്കും അക്ഷരം? ജെ അല്ലേ? ജെ എന്നാൽ ജ അധികം എ. അപ്പോ ഇനി നമുക്ക് ജെ എങ്ങനെ എഴുതാൻ നോക്കാം. ജെയുടെ ചിഹ്നവും ഇടതുവശത്താണ്. ദാ ഇങ്ങനെ. ഇനി ജ എഴുതണം. ഇതാണ് ജെ. ജെ വെച്ചുള്ള വാക്കുകളാണ് ജേതാവ്. ജേതാവ് എന്നാൽ വിജയി എന്നാണ് അർത്ഥം. ജെ വെച്ച് തുടങ്ങുന്ന മറ്റൊരു വാക്കാണ് ജേഴ്സി. ഒരിനം പശുവാണ് ജേഴ്സി. ജേഴ്സി എന്ന പേരുള്ള ദ്വീപിൽ നിന്നാണ് ജേഴ്സി പശുക്കൾ നമ്മുടെ നാട്ടിൽ എത്തിയത്. ധാരാളം പാല് തരുന്ന പശുക്കളാണ് ജേഴ്സി പശുക്കൾ. അപ്പോ നമ്മൾ ഇന്ന് പരിചയപ്പെട്ട അക്ഷരം ഏതാ? ജെ. ജെ വെച്ച് കൂടുതൽ വാക്കുകൾ ചങ്ങാതിമാർ കണ്ടെത്തി തുള്ളിയിലേക്ക് അയച്ചു തരണേ. തുള്ളി. കത്തെഴുതാനും തുള്ളിപ്പാഠം പഠിക്കണം അല്ലേ തുള്ളി? ആ, അത് വേണം. അപ്പോ ഇനി ശരീരത്തിനകത്തെ കത്തയക്കലിനെ കുറിച്ച് അറിയണ്ടേ? ആ, അത് പറയൂ തുള്ളി. കഴിഞ്ഞ ദിവസം നമ്മൾ നാഡീകോശങ്ങളെ പറ്റി പറഞ്ഞില്ലേ? അവരാണ് ശരീരത്തിലെ പോസ്റ്റ്മാൻമാർ. ഓ, അത് ശരി. അവയവങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ തലയിലും എത്തിക്കും. പിന്നെ തലയിൽ നിന്നുള്ള സന്ദേശങ്ങൾ അവയവങ്ങളിലും എത്തിക്കും അല്ലേ? അതെ അതെ. അതാണല്ലേ ശരീരത്തിനകത്തെ കത്തയക്കൽ. അതെ. ഇങ്ങനെ കത്തുകൾ അയക്കാൻ നാട്ടിലെ പോസ്റ്റൽ വകുപ്പുകളേക്കാൾ മികച്ചൊരു വകുപ്പും ശരീരത്തിലുണ്ട്. അതാണ് നാഡീവ്യൂഹം. ആ, കേന്ദ്ര നാഡീവ്യൂഹം. തലയും നട്ടെല്ലും പിന്നെ അവയ്ക്കുള്ളിലെ നാഡീകോശങ്ങളും ഒക്കെ ചേർന്നാണ് കേന്ദ്ര നാഡീവ്യൂഹം. മറ്റൊരു നാഡീവ്യൂഹം കൂടിയുണ്ട് നമ്മുടെ ശരീരത്തിൽ. അതേതാ? അതാണ് പ്രാന്തനാഡീവ്യൂഹം. പ്രാന്തോ? അയ്യോ അല്ല, പ്രാന്തെന്നാൽ മാനസിക രോഗമല്ലേ. പുറത്തുള്ള നാഡീവ്യൂഹം എന്നാണ് പ്രാന്തനാഡീവ്യൂഹത്തിന്റെ അർത്ഥം. നട്ടലിന്റെയും തലച്ചോറിന്റെയും ഒക്കെ പുറത്തുള്ള നാഡീകോശങ്ങൾ ചേർന്നതാണ് പ്രാന്തനാഡീവ്യൂഹം. അതെ. ഇനി നമുക്ക് തുള്ളി വാർത്ത കാണാം. നമസ്കാരം. എല്ലാ ചങ്ങാതിമാർക്കും തുള്ളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ 2005 നടന്നൊരു പഠനത്തിൽ തെളിഞ്ഞത് ഓരോ വർഷവും അവിടുത്തെ റോഡുകളിൽ വാഹനങ്ങളുമായി കൂട്ടിയിടിച്ച് 80 മില്യൺ പക്ഷികൾക്കാണ് ജീവൻ നഷ്ടപ്പെടുന്നത്. പാവം പക്ഷികൾ. വാഹനങ്ങളുടെ മരണപ്പാച്ചിൽ കൊണ്ട് അവർക്ക് ജീവിക്കാനും ആവുന്നില്ല. എന്നാൽ ഈ പ്രതിസന്ധിയെ വിജയകരമായി അതിജീവിച്ചിരിക്കുകയാണ് അമേരിക്കയിലുള്ള ഒരു തരം തൂക്കണാം കുരുവികൾ. അമേരിക്കയിലെ നെബ്രാസ്ക എന്ന സ്ഥലത്തുള്ള തൂക്കണാം കുരുവികളാണ് അങ്ങനെ റോഡപകടത്തെ തോൽപ്പിച്ചിരിക്കുന്നത്. അവരുടെ ശരീരത്തിൽ കാലത്തിനനുസരിച്ച് വന്നൊരു മാറ്റം കൊണ്ടാണ് ഇത് സാധ്യമായിരിക്കുന്നത്. മുമ്പ് വലിയ ചിറകുകളായിരുന്നു ഈ തൂക്കണാം കുരുവികൾക്ക്. അതുകൊണ്ട് പറക്കുമ്പോൾ വലിയ വാഹനങ്ങൾ എതിരെ വന്നാൽ അവർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനായി അവർ ശരീരം ഒതുക്കി ഇപ്പോൾ അവയുടെ ചിറകുകൾ ഏറെ ചെറുതായിരിക്കുകയാണ്. അതോടെ അപകടത്തിൽപ്പെടുന്ന തൂക്കണാം കുരുവികളുടെ എണ്ണവും കുറഞ്ഞു. അമേരിക്കയിലെ തുൾസ സർവകലാശാലയിലെ ചാൾസ് ബ്രൗണും അദ്ദേഹത്തിന്റെ ഭാര്യ
മേരി ബോംബർഗർ ബ്രൗണും ചേർന്ന് നടത്തിയ പഠനത്തിലാണ് ഈ കാര്യം കണ്ടെത്തിയിരിക്കുന്നത്. കാലത്തിനനുസരിച്ച് കോലം മാറ്റിയ ഈ തൂക്കണം കുരുവികൾ അങ്ങനെ ജീവിതം തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ഇന്നത്തെ തുള്ളി വാർത്ത ഇവിടെ അവസാനിച്ചു. അതുപോലെ നമ്മുടെ നേരെയാണ് ഒരു വാഹനം പാഞ്ഞു വരുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ ഓടി മാറും. ആരെങ്കിലും നമ്മുടെ കണ്ണ് കുത്താൻ വന്നാലോ? കണ്ണടയ്ക്കും. ഇനി നമ്മൾ അറിയാതെ തീയിൽ തൊട്ടാൽ നമ്മുടെ കൈകൾ എന്താ ചെയ്യാ? തീയിൽ തൊട്ടാൽ നമ്മൾ അറിയും മുമ്പേ കൈവച്ചിട്ടുണ്ടാകും. ഇതൊക്കെ അപ്പൊ ചോദിക്കുന്നത് എന്തിനാ തുള്ളി? പറയാം. ഇങ്ങനെ ചിലപ്പോഴൊക്കെ ശരീരത്തിന് അതിവേഗത്തിൽ തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കേണ്ടി വരും. അപ്പോഴും ശരീരത്തിലെ നാഡീകോശങ്ങൾ അതിവേഗത്തിൽ പ്രവർത്തിച്ചാണ് കാര്യങ്ങൾ നടത്തുന്നത്. സെക്കൻഡിന്റെ 10% സമയത്തിനുള്ളിൽ സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ടാണ് ഇത് നടത്തുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രത്യേക പേരുമുണ്ട്. അതെന്താ? റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ. തീയിൽ തൊട്ടാൽ കൈവലിക്കുന്നതും കണ്ണിന് നേരെ എന്തെങ്കിലും വരുമ്പോൾ കണ്ണടയ്ക്കുന്നതും ഒക്കെ റിഫ്ലക്സ് പ്രവർത്തനങ്ങളാണ്. എന്നാൽ ഇനി നമുക്ക് തുള്ളിവരയിലേക്ക് പോയാലോ? ശരി, ഇനി തുള്ളിവര. ഹായ്, ഇന്നലെ നമ്മൾ തേനീച്ച വരയ്ക്കാൻ പഠിച്ചില്ലേ? ഇന്നേ നമുക്കൊരു പൂമ്പാറ്റ വരയ്ക്കാൻ പഠിക്കാം. പൂമ്പാറ്റ വരയ്ക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? പൂമ്പാറ്റ എന്ന് പറഞ്ഞപ്പോ ആരാന്ന് മനസ്സിലായില്ലേ? നമ്മുടെ ബട്ടർഫ്ലൈ തന്നെ. ബട്ടർഫ്ലൈനെ വരയ്ക്കാൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടം. അത് തുള്ളിക്കറിയാം. പക്ഷെ അത് വരയ്ക്കാൻ എങ്ങനെ എളുപ്പമാവണേ നോക്കണ്ടേ? അതിന് ഇന്നത്തെ തുള്ളി വര ശ്രദ്ധിച്ചാ മതി. ആദ്യം എങ്ങനെയാ വരയ്ക്കേണ്ടത്? ഇതാ, ഇങ്ങനെ ഒരു കുഞ്ഞു വര വരച്ചോളൂ. എന്നിട്ട് അതിന് മുകളിൽ ഒരു വട്ടം. കണ്ടോ, ഭംഗിയായിട്ടുണ്ടല്ലേ? ഇനി ആദ്യം നമ്മൾ യു പോലെ വരച്ചില്ലേ, അതിനകത്ത് ഇങ്ങനെ ചെറിയ കുറച്ച് വരകൾ കൊടുത്തോളൂ കേട്ടോ. ഇനി ഇങ്ങനെ നീളത്തിൽ വരയ്ക്കുന്ന ചിറകാണേ. ഒരു ചിറകല്ല, താഴുതാ ഇങ്ങനൊരു ചിറക് കൂടി ഉണ്ട്. അതുപോലെ ചിറക് ഇപ്പുറത്തെ വശത്തും വേണ്ടേ? ദാ ഇങ്ങനെ വരയ്ക്കല്ലേ. ഇനി ഈ ബട്ടർഫ്ലൈക്ക് കണ്ണ് വേണ്ടേ നമ്മളെ നോക്കാൻ? ദാ 2 ചെറിയ വട്ടക്കണ്ണ്. പിന്നെണ്ടല്ലോ, ഈ പൂമ്പാറ്റ ചിരിക്കും. എങ്ങനെയാണല്ലേ? ദാ ഇങ്ങനെ. ഇനി 2 കൊമ്പുകൾ കൂടി വരച്ചാൽ നമ്മുടെ പൂമ്പാറ്റ തയ്യാറായി. ഭംഗിയുള്ള നിറവും കൊടുക്കണേ. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള നിറം കൊടുക്കാട്ടോ. എങ്ങനെ നമ്മൾ പൂമ്പാറ്റയെ വരച്ചത്? ഒന്നുകൂടെ ശ്രദ്ധിച്ച് കാണൂ. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള നിറം കൊടുക്കാട്ടോ. തലയിൽ നിന്നും വരയ്ക്കാനുള്ള സന്ദേശങ്ങൾ നാഡീകോശങ്ങൾ വഴി നമ്മുടെ കൈകളിൽ എത്തുമ്പോഴല്ലേ നമ്മൾ തുള്ളിവര നടത്തുന്നത്? അതെ. ഇനി ഈ നാഡീകോശങ്ങൾക്ക് ഇംഗ്ലീഷിൽ വേറൊരു പേരുണ്ട്. എന്താ പേര്? ന്യൂറോൺ. നാഡീകോശങ്ങൾ ഇംഗ്ലീഷിൽ ന്യൂറോണുകൾ എന്നറിയപ്പെടുന്നു. അതുപോലെ നാഡീകോശങ്ങൾ കൈമാറുന്ന സന്ദേശങ്ങൾക്ക് നാഡീ സന്ദേശങ്ങൾ എന്നാ പറയാ. നാഡീ സന്ദേശങ്ങൾ, അത് മലയാള പേരല്ലേ? ഒരു സംശയവും വേണ്ട, അത് മലയാളം പേര് തന്നെയാണ്. ഇനി നമുക്ക് തുള്ളിക്കടങ്കഥയിലേക്ക് പോകാം. ഹലോ വിദ്യ. വിദ്യയാണോ? ആരാന്ന് മനസ്സിലായി വിളിക്കുന്നത്? തുള്ളി. അതെങ്ങനെ മനസ്സിലായി? മനസ്സിലായല്ലേ? വിദ്യ, പറഞ്ഞ പാട്ടൊന്നങ്ങ് പാടിക്കേ പെട്ടെന്ന്. ആകാശക്കൂലമായ ജലക്കൈകളുണ്ട് ചെറുകാറ്റിപ്പായെന്ന് കൊണ്ടുമുട്ടിക്കാം ചെറുകാറ്റുണ്ട് ഞാനുണ്ട്
നിങ്ങളും ചങ്ങാതി ഇത്രേ അറിയുള്ളൂ. ഇത്ര അറിയുള്ളൂ അല്ലേ? നന്നായി പാടിട്ടോ, ഇഷ്ടായി, തുള്ളിക്ക് ഇഷ്ടായി. എന്നാലേ കടങ്കഥ ചോദിക്കട്ടെ, ആ തയ്യാറാണോ? ആ തയ്യാറാ. ആദ്യത്തെ ചോദ്യേ, ആ കണ്ണട വെച്ച ഒറ്റക്കണ്ണന് സഞ്ചരിക്കാൻ ഇഷ്ടം. പൂവുണ്ടോ? ക്ലൂ, നമ്മള് രാത്രിയൊക്കെ ആയാലേ, ഇരുട്ടൊക്കെ ആയി കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അമ്പിളിമാമനാണ്? അല്ല, നമ്മൾ ഉപയോഗിക്കൂ അമ്പിളിയമ്മാവനെ. ഇല്ല. കണ്ണട വെച്ച ഒരൊറ്റ കണ്ണന് സഞ്ചാരം പ്രിയം. ടോർച്ച്. ടോർച്ച്, ശരി ഉത്തരം, ടോർച്ചാണ്, ടോർച്ച്. ആ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ആ കരഞ്ഞ കണ്ണീര് കഴുത്തിന് ചുറ്റും, കണ്ണീര് വറ്റിയാൽ തന്നെയും കാണില്ല. പൂവുണ്ടോ? ഇത് ടോർച്ച് പോലെ തന്നെ കറണ്ട് പോകുമ്പോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. തിരി. മെഴുകുതിരി, ശരി ഉത്തരം. പട്ടപ്പട്ടേന്നാണ് ഉത്തരം അല്ലേ? ആ അടുത്ത ചോദ്യം ചോദിക്കാൻ പോവാണേ. ആ കയറിട്ട് പിടിച്ചാൽ നിൽക്കാത്തവന് തടി തൊട്ട് പറഞ്ഞാൽ അനുസരണം. ഒന്നോടെ. കയറിട്ട് പിടിച്ചാൽ നിൽക്കാത്തവന് തടി തൊട്ട് പറഞ്ഞാൽ അനുസരണം. ആന. ആ, ശരി ഉത്തരം. ശരിയുത്തരവാ? ശരി ഉത്തരാണ്. ആ എനിക്ക് തുള്ളിയാണ്. ഭയങ്കര ഇഷ്ടമാണോ തുള്ളിയെ കാണാൻ? ആ ഞാൻ എപ്പോഴും തുള്ളിയാണ്, എല്ലാ ദിവസവും തുള്ളിയാണ്. വേണം, തീർച്ചയായും കാണണം. എനിക്ക് വിദ്യയുടെ സ്വരം കേൾക്കാൻ എന്ത് ഇഷ്ടാന്നറിയോ? എന്നും കാണണേ തുള്ളി. ആ സമ്മാനം അയച്ചു തരുന്നുണ്ട് തുള്ളി. ആ വിദ്യയുടെ വീട്ടിലേക്ക് സമ്മാനം എത്തും. ആ ഇനിയും തുള്ളി കാണണം, എന്നും കാണണം. തുള്ളിയിലേക്ക് വിളിക്കണം, കത്തുകൾ അയക്കണം, ചിത്രങ്ങൾ അയക്കണം. ആ ഇപ്പൊ തുള്ളി പൊക്കോട്ടെ. ടാറ്റാ. ടാറ്റാ. ഇന്നത്തെ തുള്ളിത്തപാലിൽ എസ് ഗോപികയുടെ കത്ത് വായിച്ചുകൊണ്ട് തുടങ്ങാം. ഞാൻ ഗോപികയാണ് കത്തെഴുതുന്നത്. തുള്ളിക്കും മിയയ്ക്കും മിന്നുവിനും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഗോപിക, ഞങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു കേട്ടോ. എന്തൊക്കെ വിശേഷങ്ങളാണെന്ന് ഗോപിക എഴുതിയിരിക്കുന്നത്? തുള്ളി വരയിൽ കാണിക്കുന്ന എല്ലാ പടങ്ങളും ഞാൻ ചിത്രബുക്കിലേക്ക് പകർത്താറുണ്ട്. തുള്ളി വാർത്തയിലെ അറിവുകൾ കൂട്ടുകാരുമായി പങ്കുവെക്കാറുണ്ട് ഒക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെയോ തുള്ളിക്കിന്റെ ചക്കര ഉമ്മ. ഗോപികയ്ക്ക് തുള്ളിയുടെ ചക്കര ഉമ്മ. അയ്യോ, ഗോപികയ്ക്ക് പനിയായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. പനിയൊക്കെ ഇപ്പൊ പൂർണ്ണമായും മാറിയോ? വേഗം സുഖാവൂട്ടോ. ഗോപിക ഒരു ഹെലികോപ്റ്ററിന്റെ ചിത്രം വരച്ചയച്ചിട്ടുണ്ട്. കണ്ടോ? ഹെലികോപ്റ്ററിനകത്ത് ആരാ? ദാ തുള്ളി. ഗോപികയുടെ അമ്മയെ ഒന്ന് കാണുന്നു കൂട്ടുകാർക്ക്. ദാ ഇതാണ് ഗോപിക വരച്ച എന്റെ അമ്മ. ഇന്ന് ഫാത്തിമത്ത് സാജിദ എഴുതിയ കത്ത് വായിക്കാം. തുള്ളിയുടെ പ്രോഗ്രാം ഞാൻ എന്നും കാണാറുണ്ട്. തുള്ളി വളരെയധികം സുന്ദരിയാണ്. തുള്ളിയുടെ പ്രോഗ്രാം വന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. കടങ്കഥകൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഈ പ്രോഗ്രാം എന്നും നിലനിൽക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫാത്തിമത്ത് സാജിദ് തുള്ളിയുടെ ചിത്രം വരച്ചിട്ടുണ്ട്. മിയയെയും മിന്നുവിനെയും വരച്ചിട്ടുണ്ട്. ഐ ലവ് യു തുള്ളി എന്ന് എഴുതിയിട്ടുണ്ട്. ഫാത്തിമത്ത്, ഐ ലവ് യു ടു. തുള്ളി. ഇപ്പോൾ കത്തയച്ച ചങ്ങാതിമാർക്കെല്ലാം സന്തോഷമായി കാണും. ചങ്ങാതിമാർക്കായി ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? നമ്മുടെ ശരീരത്തിൽ ഉടനീളം സന്ദേശങ്ങൾ എത്തിക്കുന്നത് നാഡീകോശങ്ങളാണ്. നട്ടെല്ലും തലച്ചോറും ഇവിടെയുള്ള നാഡീകോശങ്ങളും ഒക്കെ ചേർന്നൊരു കേന്ദ്ര നാഡീവ്യൂഹവും ഇവയ്ക്ക് പുറത്തുള്ള നാഡീകോശങ്ങൾ ചേർന്നൊരു പ്രാന്തനാഡീകോശവും ശരീരത്തിലുണ്ട്. ഇവയെല്ലാം ചേർന്നാണ് സന്ദേശങ്ങൾ കൈമാറുന്നത്. ശരീരത്തിലെ എല്ലാ ഭാഗത്തും നാഡീകോശങ്ങളുണ്ട്. പിന്നെ പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ നാഡീകോശങ്ങൾ പെട്ടെന്ന് സന്ദേശങ്ങൾ കൈമാറും. അങ്ങനെ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ. ശരി, ഇനി എന്റെ ചങ്ങാതിമാരോടുള്ള ചോദ്യമാണേ. നാഡീകോശങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേരെന്താണ്? ചോദ്യം ഒന്നുകൂടി കേൾക്കണ്ടേ? നാഡീകോശങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേരെന്താണ്? ഉത്തരങ്ങൾ അയക്കേണ്ട വിലാസം അറിയാലോ അല്ലേ? ഒന്നുകൂടി പറഞ്ഞേക്കാം. തുള്ളി, പോസ്റ്റ് ബോക്സ് നമ്പർ 501, തിരുവനന്തപുരം 14.